അമ്മ സംഘടന വന്നതിന് ശേഷം ഞങ്ങളൊരു പിന്നെ മദ്രാസിൽ ഒരു സിനിമ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ദിലീപാണ് അതിൽ മെയിൻ റോള് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് അവസാനം അവരെ പ്രൊഡ്യൂസറുടെ കയ്യിൽ പൈസ ഇല്ലാതെ എന്തോ വന്നു. പൈസ ഇല്ലാതെ വന്നുകൂടി ഇവർ ഞങ്ങളെ പിന്നെ വിട്ടില്ല, ആർട്ടിസ്റ്റുകളെ വിടില്ല എന്നായി. മദ്രാസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മമ്മൂക്കയെ വിളിച്ചു. മമ്മൂക്കയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഞങ്ങളിവിടെ ഇങ്ങനെ കുടിയും കിടക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞു. നമുക്കവിടെ ഒറ്റ കോള് നമ്മളെ കയറ്റി വിട്ടു. അന്നത്തെയൊക്കെ അന്ന് പിന്നീട് അങ്ങനത്തെ സംഘടനകൾ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബലമാണ്. അതെ, സംഘടനകൾ വന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പോഴൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല തോന്നുന്നു. ഇപ്പോൾ വളരെ അപൂർവമായിട്ടുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പൈസ കൊടുക്കാത്ത ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ടാവും. ഉണ്ടാവും, പക്ഷെ ആരും അങ്ങനെ അങ്ങോട്ട്, കാരണം ഇപ്പൊ കൊടുക്കാതിരുന്നാലും വലിയ വലിയ എമൗണ്ടാണ് ഓരോരുത്തർ വാങ്ങുന്നേ. കുറച്ചങ്ങോട്ട് വിട്ടാലും കുഴപ്പമില്ല, അവർക്ക് കിട്ടേണ്ട കിട്ടിയിട്ട് ബാക്കിയേ പോകുള്ളൂ. അതെ, വലിയ എമൗണ്ടുകളാണ് എല്ലാവരും വാങ്ങുന്നത്. നമുക്ക് ഇപ്പോഴും പൈസ പറയാൻ അറിയില്ല. അയ്യോ, വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം എന്നുള്ളൊരു ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും ബുദ്ധിമുട്ട്. ആദ്യ പ്രതിഫലം എത്ര കിട്ടിയ? ആദ്യത്തെ പ്രതിഫലം 2500 രൂപ. 2500 2000 2500 അങ്ങനെ എന്തോ ഒരു ചെറിയൊരു എമൗണ്ട്.